Greetings to all. I'm Pranav Baburaj. In this video, we'll try to answer certain questions in QBID. QBID കുറച്ച് problems നമുക്ക് ഇന്ന് ചെയ്യാനായിട്ട് നോക്കാം. Problem 1. Leon owns 40% of an S corporation that pays him 70,000 of wages and 10,000 of dividend and allocates him 89,000 of income. What is Leon's qualified business income? Qualified business income പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു qualified business income will only include ബിസിനസ് ഇൻകം. അതായത് നിങ്ങളൊരു ബിസിനസ്സിൻ്റെ പാർട്ട്ണർ ആയിരിക്കുകയോ ബിസിനസ്സിൻ്റെ ഓണർ ആയിരിക്കുകയോ അല്ലെങ്കിൽ എസ് കോർപ്പറേഷൻ്റെ ഭാഗമായിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൻ്റെ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ QBI എന്ന് പറയും. അല്ലാതെ കിട്ടുന്ന വേജസോ ഡിവിഡൻസോ ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ്സോ ഒന്നും QBIയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. QBI will only include your portion of business income. സോ ഈ ഒരു കേസിൽ ഇയാൾക്ക് വേജസ് കിട്ടുന്നു. ക്യാൻ വി കൺസിഡർ ദാറ്റ് ഇൻ QBIയിൽ നമുക്ക് ആ എമൗണ്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുമോ? വേജസ് പറ്റില്ല. 10,000 ഡിവിഡൻഡ് പറ്റുമോ? ഇല്ല. പക്ഷേ ഈ 89,000 ആയിരിക്കും അയാൾക്ക് കിട്ടിയ QBI എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് 89,000. ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം വിൽ ഓൺലി ഇൻക്ലൂഡ് നോർമൽ ബിസിനസ് ഇൻകം മൈനസ് ബിസിനസ് ഡിഡക്ഷൻ അലൗഡ് ടു അല്ലെങ്കിൽ അലോക്കേറ്റഡ് ടു ദ പർട്ടിക്കുലർ ടാക്സ് പേയർ. ആ ടാക്സ് പേയർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് ബിസിനസിന്റെ ഇൻകം മൈനസ് ബിസിനസിന്റെ ഡിഡക്ഷൻ ദാറ്റ് പോർഷൻ വിച്ച് ഈസ് അലോക്കേറ്റഡ് ടു ദ ടാക്സ് പേയർ. അല്ലാണ്ട് ആ വ്യക്തിക്ക് ആ കമ്പനിയിൽ നിന്ന് വേജസ് കിട്ടുകയാണ് അല്ലെങ്കിൽ സാലറീസ് കിട്ടുകയാണെങ്കിൽ ഡിവിഡൻസ് കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് ഒന്നും QBIയിൽ വരികയില്ല. Problem 2. Sean owns a domestic sole proprietorship that allocates him 55,000 of income and 30,000 of wages to employees. He also owns 30% of foreign trust that allocates 60,000 of income to him and pays him 50,000 of wages. Neither the sole proprietorship nor the trust has specified trade or business. What is the total amount of qualified business income for Sean? Sean's qualified business income എത്രയാണെന്നാണ് ചോദ്യം. So മക്കളെ, qualified business incomes are portion of business income that is received from a domestic business അല്ലെങ്കിൽ US-ലുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമുക്ക് QBI കിട്ടുകയുള്ളൂ. സോ ഇവിടെ ഈ ഫോറിൻ ട്രസ്റ്റ് അവിടെ തന്നെ ഒഴിവായി. കാരണം ഫോറിൻ ട്രസ്റ്റ് നമുക്ക് ഒരിക്കലും പറ്റില്ല, US-ൽ നിന്നുള്ള ഇൻകം ആയിരിക്കണം അല്ലേ? അത് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കി. ഇനി നമ്മൾ പറഞ്ഞു QBI will only include business income, അല്ലാതെ വേജസോ സാലറീസോ ഗ്യാരണ്ടീഡ് പേയ്മെന്റോ ഇതൊന്നും QBIയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ഇൻകം മാത്രമേ വരുള്ളൂ. സോ വിച്ച് വൺ ഈസ് ദാറ്റ്? 55,000. സോ 55,000 ഈസ് ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Problem 3. Harry and Rio are married and have a taxable income of 3,40,100. Their share of the income from accounting partnership is 2,50,000. Accounting partnership pays a total of 90,000 in W2 wages. What is their allowed qualified business income deduction for partnership? So മക്കളെ, QBI will only include share of business income. അല്ലാതെ വേറെ ഒരു ഇൻകം ഇൻക്ലൂഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ വേജസിന്റെ കാര്യം നമുക്ക് ഇപ്പോഴേ മറന്നേക്കാം, ഇത് വരില്ല. So QBI in this case is 2,50,000, their share of profit അല്ലെങ്കിൽ their share of accounting partnership. ഇനി ഒരു കേസ് ഉണ്ട് മക്കളെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു, ചില സാഹചര്യങ്ങളിൽ ഇൻകം ഒരു ലെവലിന് മുകളിലാണെങ്കിൽ നമ്മൾ ഫേസ് ഔട്ട് പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. സോ എത്രയായിരുന്നു? മാരീഡ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 3,64,200നും 4,64,200നും ഇടയിലാണെങ്കിലാണ് ഫേസ് ഔട്ട്. ഇനി ആ വ്യക്തികളുടെ ഇൻകം 3,64,200ന് താഴെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് QBID ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇത് നമ്മൾ നോക്കുന്നു, ടാക്സബിൾ ഇൻകം ഈസ് 3,40,100, അതിന് താഴെയാണ് അല്ലേ? സോ വാട്ട് വി ഹാവ് ടു ഡു ഹിയർ ഇസ് 2,50,000 മൾട്ടിപ്ലൈഡ് ബൈ 20%. എത്ര വരും? 20%. 1 ലക്ഷം അല്ലേ? എന്നാലും ഒന്ന് ഉറപ്പാക്കാനായിട്ട് 2,50,000 multiplied by 0.20. 50,000 ആട്ടോ, സോറി 50,000. സോ ഈ 50,000 ആയിരിക്കും ആ വ്യക്തികൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 ആയിരിക്കും. ഇനി അഥവാ 3,64,200ന് മുകളിൽ പോയി കഴിഞ്ഞാൽ വിൽ ബി പെർഫോമിംഗ് ഫേസ് ഔട്ട് പ്രൊസീജിയർ. 4,64,200ന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല QBID, ഒരു എമൗണ്ട് പോലും കിട്ടില്ല. Problem 4. Subaru, a single taxpayer, owns 50% of partnership and a taxable income of 85,000. She had qualified business income of 70,000 from partnership. The partnership paid a total of 27,500 in wages and does not have any qualified property. Under section 199A, what is Subaru's deductible amount of partnership? So എത്രയാണ് നമുക്ക് നോക്കാം. So what you have to do here is എന്താ, നമുക്ക് qualified business income എത്ര കോസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട് 70,000. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ,
ബിഫോർ അപ്ലൈയിങ് ടാക്സബിൾ ഇൻകം ഓർ ഓവറോൾ ലിമിറ്റേഷൻ, അതായത് ആ ലിമിറ്റേഷന് മുൻപ് നമ്മൾ പറഞ്ഞു ദർ ഇസ് എ ലിമിറ്റേഷൻ റൈറ്റ്, അതായത് സിംഗിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു എമൗണ്ടിന് മുകളിലാണെങ്കിൽ നമ്മൾ ഫേസ് ഔട്ട് ചെയ്യണം, വേറൊരു എമൗണ്ടിന് മുകളിലാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടില്ല എന്നൊക്കെ കണ്ടില്ലേ. അതിനൊക്കെ മുൻപ് എത്രയാണ് QBID എന്നാണ് ചോദ്യം. സോ എങ്ങനെ കണ്ടുപിടിക്കും? നോർമൽ 70,000 multiplied by 20%, you will be getting 14,000. So 14,000 will be the answer for this. Problem number 5. Mobin and Ronika are married and filing joint return. They have a taxable income of 3 lakhs. Mobin owns a qualified sole proprietorship that generates qualified business income of 50,000. And Ronika is the sole owner of qualified S corporation that generates a QBI of 75,000. How much is Mobin's and Ronika's combined QBI deduction amount for the year? So എത്രയാണ് നമുക്ക് നോക്കാം. So what they are getting is, അവർക്ക് കിട്ടുന്ന എന്തൊക്കെയാ? ടാക്സബിൾ ഇൻകം 3 lakhs ആണ്. നമ്മുടെ ആ ലിമിറ്റ് 3,64,200 താഴെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. Mobin owns a sole proprietorship and generates qualified business income of 50,000. Yes, 50,000 plus qualified S corporation ഉണ്ട് റോണിക്കയ്ക്ക്, അതിൽ നിന്ന് 75,000. So their total income is 1,25,000. ഇനി അവരുടെ ഇൻകം ടാക്സബിൾ ഇൻകം 3 lakhs ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലിമിറ്റ് ഒന്നും വരുന്നില്ല. സോ ഇതിൻ്റെ 20% എത്രയാണോ അതാണ് അവരുടെ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ. സോ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 1,25,000 multiplied by 0.20. 25,000 will be their QBID, qualified business income deduction. 25,000 ആയിരിക്കും. Problem 6. Navin, a single taxpayer, has a taxable income of 3,45,400. His share of income from a law firm is LLC is 50,000 and his share of W2 wages is 70,000. What is Navin's deductible qualified business income amount for law firm LLC? മക്കളെ നമ്മൾ ആലോചിക്കണം, വാട്ട് ഈസ് ദി ലിമിറ്റ്, ഇൻകം ലിമിറ്റ് ഏകദേശം എത്രയായിരുന്നു കാണാൻ പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും ഈ ഒരു എമൗണ്ട് ടാക്സബിൾ ഇൻകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ഹ്യൂമങ്കസ് എമൗണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിസ് പർട്ടിക്കുലർ പേഴ്സൺസ് ടാക്സബിൾ ഇൻകം ഈസ് വെരി ഹൈ. ആ ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ലിമിറ്റിനേക്കാളും മുകളിലാണ് ഈ എമൗണ്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ ഹീൽ ബി ഗെറ്റിംഗ് വിൽ ബി 0. നമ്മൾ പറഞ്ഞു ഒരു ലിമിറ്റിന് മുകളിലാണ് ഇൻകം എങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കിട്ടില്ല? ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കിട്ടില്ല. സോ ഇതൊരു ഹ്യൂമങ്കസ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ 3,45,400 ആയതുകൊണ്ട് തന്നെ സിംഗിൾ ടാക്സ് പെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഇസ് വേ ബിയോണ്ട് ദ ടാക്സബിൾ ഇൻകം ലിമിറ്റ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കിട്ടുന്ന QBID എന്ന് പറയുന്നത് വട്ടപൂജ്യം ആനമുട്ടയായിരിക്കും. Problem 7. Merlin, a single taxpayer, has a taxable income of 1,50,000. She has qualified business income of 50,000. The qualified business paid a total of 15,000 in wages under section 199. What is Merlin's deductible amount of qualified business? So മക്കൾ ആദ്യം ഇവിടെ എത്രയാണ് ഈ വ്യക്തിയുടെ ഇതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. എത്രയാണ് ഈ വ്യക്തിയുടെ QBI നമുക്ക് കണ്ടുപിടിച്ചു 50,000 ആണ്. ഇനി ടാക്സബിൾ ഇൻകം നമ്മൾ നോക്കിയാൽ 1,50,000 ഉള്ളൂ, നമ്മുടെ ലിമിറ്റിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് ആസ് ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ. ഇനി ക്വാളിഫൈഡ് ബിസിനസ് പെയ്ഡ് ഇൻ ടോട്ടൽ 15,000 വിച്ച് നമുക്ക് ബന്ധമുള്ള ഒരു കാര്യമല്ല. സോ വാട്ട് യു ഹാവ് ടു ഡു? QBI ഹിയർ ഈസ് 50,000. ഇതിൻ്റെ 20% ആണ് QBID. എത്ര വരും? 10,000 വിൽ ബി QBID. Last question, problem 8. Which of the following is considered as specified service, trade or business? SSTB ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ആർക്കിടെക്റ്റ് ആണോ, കോളേജ് അത്ലറ്റ് വിത്ത് നെയിം ഇമേജ് ലൈക്ക്നെസ് ആൻഡ് കോമ്പൻസേഷൻ ആണോ, എഞ്ചിനീയർ ആണോ, ഇൻഷുറൻസ് ഏജന്റ്? ഏതൊരു പ്രൊഫഷനെയാണ് അയാളുടെ സ്കില്ലും റെപ്യൂട്ടേഷനും അനുസരിച്ച് നമ്മൾ, അല്ലെങ്കിൽ സ്കില്ലും റെപ്യൂട്ടേഷനാണ് മെയിൻ അസറ്റ് ആയിരിക്കുന്നത്, അതിനെയാണ് SSTB എന്ന് പറയുന്നത്. സോ ഏതാണ് ഇതിലെ SSTB? കോളേജ് അത്ലറ്റ് വിത്ത് നെയിം ഇമേജ് ആൻഡ് ലൈക്ക്നെസ് കോമ്പൻസേഷൻ അല്ലേ? സോ ഈ വ്യക്തിയാണ് എന്ത് റെപ്യൂട്ടേഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അയാളുടെ സ്കില്ല് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആൻ SSTB. ബാക്കിയെല്ലാം പ്രൊഡക്റ്റ് ബേസ്ഡ് QTBs ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സർട്ടൺ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.